ഭദ്രകാള്യഷ്ടകം എന്ന കൃതി ജപിച്ചാൽ അതുകൊണ്ട് ധാരാളം ഫലങ്ങളുണ്ടെന്ന് ശ്രീനാരായണ മഹാഋഷി നമുക്ക് അരുൾ ചെയ്തു തന്നിരിക്കുന്നു. എന്താണ് ഭദ്രകാള്യഷ്ടകത്തിന്റെ പ്രാധാന്യം? ദേവി പാദപയോജ പൂജനമിതി ശ്രീഭദ്രകാള്യഷ്ടകം രോഗൗഘാഘനാനിലായിതമിദം പ്രാതപ്രഗേയപഠൻ ശ്രേയശ്രീ ശിവകീർത്തി സമ്പദമലം സംപ്രാപ്യ സമ്പന്മയും ശ്രീദേവീം അനപായനീം ഗതിമയൻ സോയം സുഖീ വർത്തതേ. ദേവിയുടെ പാതാരവിന്ദങ്ങളെ പൂജിക്കുന്ന ഭദ്രകാള്യഷ്ടകം പ്രാതപ്രഗേയ പഠൻ, പ്രാതകാലത്ത് ജപിക്കുന്നവന് രോഗൗഘാഘ ഘന അനിലായിടമിടം, അവന്റെ രോഗങ്ങളും പാപങ്ങളുമാകുന്ന മേഘകൂട്ടങ്ങള് കാറ്റ് പറത്തിക്കൊണ്ട് പോകുന്നത് പോലെ പോകുന്നു. ശ്രേയശ്രീ ശിവകീർത്തി സമ്പദമലം, അവന് ജീവിതത്തില് ശ്രേയസ് ഉണ്ടാവുന്നു, ഭൗതിക സമൃദ്ധി ഉണ്ടാവുന്നു, കീർത്തി ഉണ്ടാകുന്നു, കളങ്കമില്ലാത്ത സമ്പത്തിനെ സമ്പാദിച്ചവൻ സമ്പന്മയായി മാറുന്നു. ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ നൽകുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്തു തന്നെയാണ്? രോഗൗഘാഘനാനിലായിരമിടം. ഭദ്രകാള്യഷ്ടകത്തിന്റെ പ്രാതകാലത്തിലുള്ള ജപത്തിലൂടെ അവന്റെ രോഗങ്ങൾ കാറ്റു പറത്തിക്കൊണ്ട് പോകുന്നത് പോലെ പോകുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഭദ്രകാള്യഷ്ടകം ശ്രീനാരായണ മഹാഋഷി നമുക്ക് രചിച്ച് തന്നിട്ടുള്ളത് ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിലാണ്. ഈ ശാർദൂല വിക്രീഡിത വൃത്തത്തില് ഇത് ജപിക്കുമ്പോ ആ വൃത്തത്തിനൊരു താളമുണ്ട്. ആ താളത്തിലൂടെ തന്നെ അത് ജപിക്കണം. ഇപ്പോ ഏത് കൃതിയായാലും ശ്രീനാരായണ ഗുരുവിന്റെ എല്ലാ കൃതികളും വൃത്തനിബദ്ധമാണ്. ആ വൃത്തനിബദ്ധമായി രചിക്കപ്പെട്ടിട്ടുള്ള കൃതികൾക്കൊക്കെ ഒരു താളമുണ്ട്. ആ താളത്തിൽ തന്നെ അത് ജപിച്ചാൽ തീർച്ചയായും ഈ കൃതികളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ശാരീരികമായും മാനസികമായും ഉണർവ് നൽകുന്നവയാണ്. ചില അമ്മമാരൊക്കെ വളരെ ബുദ്ധിമുട്ടി ഭജേ അഭീഷ്ടസന്തം ഭജേ അഭീഷ്ടസന്തം ഇങ്ങനെ പാടുന്നത് കേൾക്കാനിടയായിട്ടുണ്ട്. അതായത് നമ്മൾ വിനായകാഷ്ടമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതങ്ങനെ ആണ് പാടേണ്ടത്, അവിടെ അഭീഷ്ടസന്തം എന്നാണ് ഉള്ളത്, അപ്പൊ അതുകൊണ്ട് തന്നെ അത് അങ്ങനെ പാടണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നവരും അങ്ങനെ ജപിക്കുന്നവരും ഒക്കെ ഉണ്ട്. ഈ വിനായകാഷ്ടകം രചിക്കപ്പെട്ടിട്ടുള്ളത് ഭുജംഗ പ്രയാദം എന്ന വൃത്തത്തിലാണ്. അതിന്റെ ഒരു താളം എന്ന് പറയുന്നത് നമദേവ വൃന്ദം ലസദ്വേദകന്ദം ശിരശ്രീമദിന്ദും ശ്രിതശ്രീ മുകുന്ദം ബൃഹചാരുതുന്ദം സ്തുതശ്രീ സനന്ദം ജഡാകീന്ദ്ര കുന്ദം ഭജേഭീഷ്ടസന്തം. ഇങ്ങനെയാണ് ഇതിന്റെ താളം. ഈ താളത്തിൽ അത് ജപിച്ചെങ്കിൽ മാത്രമേ അതിന്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും ഒക്കെ കറക്റ്റ് ആവുള്ളൂ. അത് ജപിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പൊ അവിടെ ഭജേ കഴിഞ്ഞിട്ട് ഒരു എഫ് പോലത്തെ സിമ്പൽ അവിടെ കാണാം. അതിനർത്ഥം അവിടെ ആയ് ഉണ്ട്, എന്നാൽ അതിനൊരർത്ഥം കൂടിയുണ്ട്. ആയ് അവിടെ സൈലന്റ് ആണെന്നാണ്. അപ്പൊ നമ്മൾ സുനാമി എന്ന് എഴുതണമെങ്കിൽ TSUNAMI എന്നാണ് സുനാമിയുടെ സ്പെല്ലിങ്. നമ്മൾ സുനാമി എന്നാണോ പറയാറുള്ളത്? സുനാമി എന്നല്ലേ പറയുന്നത്. ടി അവിടെ സൈലന്റ് ആണ്. യൂറോപ്പ് എന്ന് എഴുതുമ്പോൾ ആദ്യം EU എന്നാണ് എഴുതി തുടങ്ങുന്നത്. നമ്മൾ യൂറോപ്പ് എന്നല്ല പറയാ, യൂറോപ്പ് എന്നല്ലേ പറയാ. ഈ സൈലന്റ് ആണ് എന്നതുപോലെ ആ എന്ന അക്ഷരം അവിടെ ഉണ്ട്, ആ സൈലന്റ് ആണെന്നാണ് ഇതിനർത്ഥം. അപ്പൊ അത് എങ്ങനെ ജപിച്ചാൽ മതി? ഭജേഭീഷ്ടസന്തോന്ന് തന്നെ ജപിച്ചെങ്കിലേ അതിന്റെ താളം കൃത്യമാവുകയുള്ളൂ. ആ താളത്തിൽ അത് ഭുജംഗ പ്രയാദം എന്ന് പറഞ്ഞാൽ ഒരു പാമ്പിന്റെ ഇഴച്ചിൽ എന്നാണ് അതിനർത്ഥം. ആ പാമ്പ് ഇഴയുന്ന തരത്തിൽ ആ താളത്തിൽ ജപിച്ചാൽ ആ ഭുജംഗ പ്രയാദ വൃത്തത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ശങ്കരാചാര്യ സ്വാമികള് ഭുജംഗ പ്രയാദ സ്തോത്രം രചിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാമായിരിക്കും. അതിനെ ആ താളത്തിൽ ജപിച്ചില്ലെങ്കിൽ മാത്രമേ അത് ജപിക്കുന്നത് കൊണ്ടുള്ളൊരു ഫലം നമുക്ക് ജീവിതത്തിൽ കിട്ടുകയുള്ളൂ. അങ്ങനെ ഭദ്രകാള്യഷ്ടകം എന്ന കൃതി രചിക്കപ്പെട്ടിട്ടുള്ളത് ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിലാണ്. ഇത് ജപിക്കുമ്പോഴുള്ളൊരു കുഴപ്പം എന്താണ്? ഇപ്പൊ വിനായകാഷ്ടകം ജപിച്ചാലേ നമദേവ വൃന്ദം കഴിഞ്ഞ് ശ്വാസം വിട്ടു, ലസദ്വേദകന്ദം ശ്വാസം വിട്ടു, ശിരശ്രീമദിന്ദും ശ്വാസം വിട്ടു, ശ്രിതശ്രീ മുകുന്ദം നിർത്തി പാടാൻ പറ്റും. എന്നാൽ ഭദ്രകാള്യഷ്ടകം അങ്ങനെ പാടാൻ പറ്റുമോ? ഇല്ല. ഇതിന്റെ ഒരു താളം എങ്ങനെയാണ്? ശ്രീമച്ചങ്കര പാടി പല്ലവകിരല്ലോലംബമാലോല സന്മാലോല കലാപകാളകപരി ഭാരാവലി ഭാസുരി.
ശ്രീമച്ചങ്കരപാണി പല്ലവ കിരൽ കഴിഞ്ഞ് ചിലർ നിർത്തും. പിന്നെ ബാക്കി ലോലംബമാലോല സൻ കഴിഞ്ഞൊന്ന് നിർത്തും. പിന്നെ മാലാലോല കലാപകാള കബരി ഭാരാവലി ഭാസുരി. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയോ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയോ ഒക്കെ നമുക്കിങ്ങനെ പാടുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതല്ലാതെ ഭദ്രകാള്യഷ്ടകത്തിന്റെ ഫലപ്രാപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് ഭദ്രകാള്യഷ്ടകം ജപിക്കുന്നതെങ്കിൽ അതെങ്ങനെ ജപിക്കണം? ഭുജംഗം, ഈ പറഞ്ഞ ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിന്റെ താളം എന്താണോ ആ താളത്തിൽ തന്നെ അത് പാരായണം ചെയ്യണം. ശ്രീമച്ചങ്കര പാണി പല്ലവ കിരല്ലോലംബമാലോല സന്മാലാലോല കലാപകാളകബരി ഭാരാവലി ഭാസുരി. ഇവിടെ ശ്വാസം വിടാവോ? കാരുണ്യാമൃതവാരിരാശിലഹരി പീയൂഷ വർഷാവലി ബാലാംബാം ലളിതാളകാമനുദിനം ശ്രീഭദ്രകാളീം ഭജേ. ഇവിടെ ശ്വാസം വിടാവോ? ഇങ്ങനെ ചൊല്ലുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? നമ്മളെ ഈ ശരീരത്തിനും മനസ്സിനും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ചിലർ യോഗ അഭ്യസിക്കാൻ പോകും, അല്ലെങ്കിൽ ചില ഡോക്ടർമാരെയൊക്കെ കാണാൻ പോകും. അപ്പോൾ ചില ആയുർവേദ ഡോക്ടർമാര്, യോഗ ആചാര്യന്മാര് ഒക്കെ നമ്മളോട് പ്രാണായാമം ദിവസവും ചെയ്യാനായിട്ട് പറഞ്ഞു തരും. പ്രാണായാമങ്ങൾ പലതുണ്ട്, എങ്കിലും ഈ പ്രാണായാമം ചെയ്യുന്നത് കൊണ്ടുള്ള ഫലം എന്താണ്? അത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഗുണം ചെയ്യുന്നത് നമ്മുടെ ശ്വാസകോശത്തിനാണ്, അല്ലെ? ശ്വാസകോശ സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് പരിഹരിക്കപ്പെടും. പിന്നെ നിരന്തരമായി പ്രാണായാമം ചെയ്യുന്ന ഒരാളുടെ കോൺസെൻട്രേഷൻ പവർ, ശ്രദ്ധാശക്തി കൂടും. ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കും. ശരീരം അങ്ങനെ ആരോഗ്യപൂർണമാകും. ഇത്രയും ഗുണങ്ങൾ പ്രാണായാമം ചെയ്യുന്നതിനുണ്ട്. എങ്ങനെയാ പ്രാണായാമം ചെയ്യുന്നത്? പ്രാണായാമം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ബോധാനന്ദ സ്വാമികൾ നമുക്ക് പഠിപ്പിച്ചു തരും ഈശ്വര പ്രാർത്ഥനയിലൂടെ. കുംഭിച്ചിരുന്നു മനമിങ്ങുമയച്ചിടാതെ വമ്പിച്ചരേചകമതിൽ സ്ഥിരബുദ്ധിപൂർവം അംബോജമൊട്ടു നിറമൊത്ത ഭവസ്വരൂപം ശംഭോ നിലപ്പതിനു സംഗതി വന്നിടേണം. ഈശ്വര പ്രാർത്ഥന എന്ത് പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാ? ധ്യാനത്തിലെന്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിലെന്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിലെന്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിലെന്റെ ഹൃദയം ലയമാർന്നിടട്ടെ. മാനത്തുമൊഴിയിലുമാഴിയിലും പ്രകാശം ആനന്ദരൂപമൊടു കൂടി നിറഞ്ഞു നിത്യം ആനന്ദപൂർണ നില പൂണ്ടരുളും വിഭോനിൻ ധ്യാനത്തിലെന്റെ ഹൃദയം ലയമാർന്നിടട്ടെ. ധ്യാനിക്കാൻ പഠിപ്പിക്കുകയാണ്, മെഡിറ്റേഷൻ ചെയ്യുക. ഈ മെഡിറ്റേഷൻ ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാം, മെഡിറ്റേഷൻ ചെയ്യുന്നതിന്റെ ആദ്യത്തെ പടി എന്താ? ആദ്യം നട്ടലൊക്കെ നിവർത്തിയിരിക്കാൻ പറയും, കണ്ണുകൾ അടയ്ക്കാൻ പറയും, അതിനുശേഷം പ്രാണായാമം ചെയ്യാൻ പറയും, അല്ലേ? അതെന്തിനു വേണ്ടിയാ? നമ്മുടെ കോൺസെൻട്രേഷൻ പവർ കൂട്ടാനാണ്. നമ്മൾ ധ്യാനിക്കുക, മെഡിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മൂർത്തിയെ നമ്മുടെ മനസ്സിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ആ മനസ്സിന്റെ കോൺസെൻട്രേഷൻ പവർ കൂട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളോട് പ്രാണായാമം ചെയ്യാൻ പറയും. എങ്ങനെയാ പ്രാണായാമം ചെയ്യേണ്ടത്? കുംഭിച്ചിരുന്ന് മനമെങ്ങും അയച്ചിടാതെ വമ്പിച്ച രേചകമതിൽ സ്ഥിരബുദ്ധിപൂർവം അംബോജമൊട്ടു നിറമൊത്ത ഭവത്സ്വരൂപം ശംഭോ നിനപ്പതിനു സംഗതി വന്നിടേണം.